നമ്മൾ കുഞ്ഞുനാൾ മുതൽ ട്രെയിൻ ചെയ്തിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഉടനെ അനുഗ്രഹം അങ്ങനെ പഠിച്ചിരിക്കണത് അല്ലേ? അതാണ് നമ്മുടെ ഒരു കുറവ്. നമ്മൾ ദൈവം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ തന്നെ എന്താണ്? അനുഗ്രഹം എന്നാ പിന്നെ അല്ലേ? പക്ഷേ അങ്ങനെയല്ല വരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ടത് കൃപ. അതാണ് വിഷയം. മനസ്സിലായില്ലേ? ദൈവം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത എന്താണ്? കൃപ. ദാറ്റ് ഈസ് പവർ ഓഫ് ഗോഡ്. നമ്മൾ ഇഫക്റ്റ് ഓഫ് ദി പവറിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഗ്രഹം എന്താണ്? ഇഫക്റ്റ് ഓഫ് ദി പവറാണ്. അതായത് ദൈവശക്തിയുടെ ഒരു പ്രതിഫലനമാണ് അനുഗ്രഹമായിട്ട് വരുന്നത് ഇല്ലേ? അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അത് അധികം വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കൃപയെന്ന് മനസ്സിൽ വരണം. എന്താണ്? പവറാണ്. കൃപയെന്ന് പറഞ്ഞാൽ എന്താണ്? പവറാണ്. എന്തുകൊണ്ടാണ് കൃപ പവറാണെന്ന് പറയാൻ കാര്യം? അത് 2 കൊരിന്ത്യൻസിൻ്റെ 12:9 എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. വായിച്ചോളൂ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. കൃപയരുൾക അളവന്നെ പകർന്നിടുക ഈ ഭൂവിലെ യാത്രയതിൽ ദൈവകൃപയരുൾക. 2 കൊരിന്ത്യസ് 12:9 എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. പറഞ്ഞേ, പറഞ്ഞേ. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പം നിനക്ക് എൻ്റെ കൃപ മതി. ഒരു മനുഷ്യന് എന്താണ് ദൈവത്തിൽ നിന്ന് വേണ്ടത്? നിനക്കെൻ്റെ അനുഗ്രഹം മതിയെന്നല്ല അല്ലേ? നിനക്കെൻ്റെ അനുഗ്രഹം മതിയെന്നല്ല, പിന്നെ എന്താണ്? നിനക്കെൻ്റെ കൃപ മതി. അപ്പോൾ ഒരു മനുഷ്യന് ബേസിക്കായിട്ട് വേണ്ടത് ദൈവകൃപയാണ്. എന്തുകൊണ്ടാണ് ദൈവകൃപ മതിയെന്ന്, ദൈവകൃപ വേണമെന്ന് പറയാൻ കാര്യം? എന്താണ്? എന്തെന്നാൽ അടുത്ത വചനം കണ്ടല്ലേ? എന്തെന്നാൽ പറഞ്ഞേ, എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അവിടെ കൃപയ്ക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? ശക്തി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോഴേ നമ്മൾക്ക് കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ ദൈവത്തിൻ്റെ ശക്തിയുടെ ഗുണമെന്ന് പറയുന്നത്, ഈ ശക്തി നമുക്ക് ഓരോ രോഗത്തിനും ഓരോ മരുന്നല്ലേ അല്ലേ? ഓരോരോ രോഗത്തിനും ഓരോ മരുന്നല്ലേ? ശാസ്ത്രത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ വ്യത്യാസം അതാണ്. അതായത് ശാസ്ത്രത്തിൽ ഓരോ കാര്യത്തിനും ഓരോരോ സൊല്യൂഷൻസാണ്. വിശ്വാസത്തിൽ എല്ലാ കാര്യത്തിനും സിംഗിൾ സൊല്യൂഷനാണ്. എന്താണ്? പവർ ഓഫ് ഗോഡ്. കൈയടിച്ച് കിടത്താനും ശ്രുതികട. പകർന്നിടുക ഈ ഭൂവിലെ യാത്രയതിൽ ദൈവകൃപയരുൾക. അതായത് ശാസ്ത്രത്തിലെ ഓരോരോ വിഷയത്തിനും പർട്ടിക്കുലർ സൊല്യൂഷൻസാണ്. പക്ഷേ വിശ്വാസത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? എല്ലാ വിഷയങ്ങൾക്കും സിംഗിൾ സൊല്യൂഷനാണ്. എന്താണ്? കൃപ എന്ന് പറയുന്ന സിംഗിൾ സൊല്യൂഷൻ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന്, അതായത് അവരുടെ പേര് റീബ ഡെൻസിൽ, ഒരു നേഴ്സാണ് റീബ ഡെൻസിൽ. ഈ റീബ ഡെൻസിൻ്റെ സാക്ഷ്യം ഒന്ന് കേൾക്കണം കേട്ടോ. അതായത് അവരുടെ അവസ്ഥ, അവരുടെ ആമാശയത്തിൻ്റെ പുറകിൽ 3 മുഴകൾ, ആമാശയത്തിൻ്റെ പുറകിൽ വലിയ മുഴകളാണ്, ട്യൂമർ പോലെ ഇങ്ങനെ വരും. അപ്പോൾ ഇത് ആദ്യം ഒരെണ്ണമായിരുന്നു, പിന്നീട്
ഇത് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് 4 ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഇതിൽ കേരളത്തിലെ ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ആമാശയത്തിൻ്റെ പുറകിലാണ്, അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്, ഓപ്പറേറ്റ് ചെയ്യാൻ പാടാണെന്നൊക്കെ പറഞ്ഞു. അവിടം വരെ പോകാൻ കാരണം എന്താണെന്നറിയാവോ? നേരത്തെ ഇതുപോലെ വന്നിട്ടൊന്ന് ഓപ്പറേറ്റ് ചെയ്തതാണ്, അപ്പോൾ വീണ്ടും അത് വന്നതാണ്. അപ്പം അപ്പോഴൊന്നും ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യത്തെ ഓപ്പറേഷനിലൊക്കെ അവർ പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല ഇതിരുകയെ, അത് കാരണം ആദ്യം ഓപ്പറേഷനാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ആദ്യം ഓപ്പറേഷനാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹീലാകുമല്ലോ. ഓപ്പറേഷൻ കഴിയുമ്പോൾ അവർ നേഴ്സായിരുന്ന അവർക്കാർക്ക് ടെക്നിക്കാലിറ്റീസ് എല്ലാം അറിയാം. ഓപ്പറേഷൻ ഇറ്റ്സ് ഓക്കെ, അത് കഴിയുമ്പോൾ ഹീലാകുമല്ലോ. അപ്പോൾ എനിക്കത് ഒരു ടെൻഷനും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ്. ആദ്യത്തെ ഓപ്പറേഷൻ 4 ആമാശയത്തിൻ്റെ പുറകിലാണ്, 4 ട്യൂമറാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ടെൻഷൻ ഇല്ല, മനസ്സിലായില്ലേ? അത് ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് വിഷയമാണ്. ടെൻഷൻ ഉണ്ടാകണം, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കടമാണ്, ടെൻഷൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണത്. നിങ്ങൾക്ക് പരീക്ഷ വരാൻ പോകുന്നു, നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവാണ്, പോസിറ്റീവ് അല്ലത്. കാര്യം ടെൻഷൻ ദൈവം തന്നിരിക്കണത് എന്തിനാണത്? നമ്മളുടെ മെരിറ്റ് പോകുന്നൊരു സമയത്ത് യു ആർ ലൂസ്. ടെൻഷൻ നമ്മളോട് പറയണത് എന്താ? ആശങ്കകൾ, ഉത്കണ്ഠകൾ നമ്മളോട് പറയണത് എന്താണ്? യു ആർ ലൂസിങ് യുവർ മെരിറ്റ് എന്നാണ് പറയണത്, അല്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ്യത പോയിക്കൊണ്ടിരിക്കുന്നു, കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഇൻവെർട്ടർ ഓൺ ചെയ്യാൻ സമയമായി, അല്ലെങ്കിൽ ജനറേറ്റർ ഓൺ ചെയ്യാൻ സമയമായി, അത്രേ ഉള്ളൂ സംഭവം. ഇത് വളരെ നല്ല ഒരു ലാംഗ്വേജ്. ടെൻഷൻ എന്ന് പറഞ്ഞൊരു നല്ല ലാംഗ്വേജാണ്. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ബലഹീനമാകുകയാണ്. അപ്പോൾ എന്താ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്? നമ്മൾ ബലഹീനമാകുമ്പോഴെന്താ ചെയ്യേണ്ടത്? അത് ഓട്ടോമാറ്റിക്കാണത്. അവിടെ അത് ഓട്ടോമാറ്റിക്കാണ്. പക്ഷേ ഓട്ടോമാറ്റിക് ആകണമെങ്കിൽ അതൊക്കെ കുറച്ച് മാനുവൽ പരിപാടിയുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 2 നമ്മൾ വായിച്ചതിനെ എടുത്തുള്ളൂ. 2 കൊരിന്തോസ് 12:9. 2 കൊരിന്തോസ് 12:9 പറഞ്ഞോളൂ. ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്, ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇതിക്ക് മുമ്പൊരു വിഷയമുണ്ട്. എന്താ കാര്യം വെച്ചാൽ ക്രിസ്തുവിൻ്റെ ശക്തിയുടെ ഒരു വിഷയം, അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ആവസിക്കുകയാണ് ചെയ്യണത്. ക്രിസ്തുവിൻ്റെ ശക്തി നമ്മളിലേക്ക് വരുന്നതിന് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? ആവാസനമെന്നാണ്. അത് നമ്മുടെ ഇപ്പോൾ ശക്തി, കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവഹിക്കുക. ഇങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബലഹീനതയെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. പീഡിയാവും. ദാറ്റ് മീൻസ് ഒരു മിനിമം ബലഹീനത നമുക്കുണ്ടാകണം. അത് ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കൃപയുടെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരെന്താ പറഞ്ഞത്? റീബ ഡെനിസ് എന്താ പറയണത്? 4 ആമാശയത്തിൻ്റെ ബാക്കിൽ 4 ട്യൂമർ ഉണ്ടായിരുന്നു. ആ ട്യൂമർ ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അത് വലിയ ഒരെണ്ണം വലുതായിരുന്നു. അപ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല, എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നെന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്. കാര്യം അവരെക്കുറിച്ച് എനിക്ക് സാങ്കേതിക കാര്യങ്ങൾ അവർക്ക് അറിയാവുന്നത് കൊണ്ട് അതിൻ്റെ ഹീലിംഗ് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ ഇല്ല. ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ടെൻഷൻ എന്ന് പറയുന്നത് നമ്മളുടെ യോഗ്യതയിൽ നിന്ന് വി ആർ ലൂസിങ് അവർ മെരിറ്റ് എന്നായി ടെൻഷൻ നമ്മൾ പറയുന്നുണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലായോ? നമ്മുടെ യോഗ്യത നഷ്ടപ്പെടുന്നു. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണ്? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് ഓപ്ഷൻ. ഓരോ ടെൻഷനും നമ്മളോട് പറയുന്ന സംഭവം എന്താണ്? കൃപയുടെ കാലമായി, ഇനി നിൻ്റെ യോഗ്യതയുടെ കാലം കുറയുന്നു. ക്ലിയർ അല്ലേ? ഇത് നിങ്ങളുടെ യോഗ്യതയുടെ കാലം കുറയുന്നു. എല്ലാത്തിനും മനുഷ്യനൊരു യോഗ്യതയുണ്ട്. പഠിക്കാനൊരു യോഗ്യത ഇല്ലേ? പഠിക്കുന്നതിനൊരു യോഗ്യതയുണ്ട്.
മെമ്മറി ഒരു യോഗ്യതയാണ്, ആരോഗ്യം ഒരു യോഗ്യതയാണ്. അപ്പോൾ ഇതിങ്ങനെ കുറേ നമ്മളെ സംതൃപ്തരാക്കുന്നതും നമ്മളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ ആത്മവിശ്വാസത്തിൽ നിലനിർത്തുന്നതൊക്കെ നമ്മുടെ യോഗ്യതകളാണ്. നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? നമ്മുടെ യോഗ്യതയാണ്, നോട്ട് ദൈവമല്ല. കാര്യം മനസ്സിലായില്ലേ? ഇത് വെരി സീരിയസ് ആണിത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്കോ ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഞാനും നിങ്ങളും പറയുന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അതൊരിക്കലും ദൈവമല്ല, അത് നമ്മൾക്കുള്ള മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ആൻഡ് മെറിറ്റ്സ് ആണ്. മനസ്സിലായ? ഇവിടെ ടോർപ്പട വരുമ്പോഴാണ് കൃപയുടെ കാലം ആരംഭിക്കുന്നത്. നമ്മൾക്ക് ആത്മവിശ്വാസം, ഇപ്പോൾ പണമുണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ പണമുണ്ട്, അത് ആത്മവിശ്വാസം തരും. നിങ്ങൾക്ക് ബാങ്ക് പൊളിയണത് വരെ ആത്മവിശ്വാസം തരും. മനസ്സിലായില്ലേ? ബാങ്ക് മൊറട്ടോറിയം ആയെന്ന് പറയുമ്പോൾ തന്നെ അത് എല്ലാ പുറകോട്ട് വയ്ക്കും. എന്താണ്? നമുക്ക് അറ്റാക്ക് അടിക്കും. അപ്പോൾ ഇത്രയും നാൾ നമ്മളുണ്ട് ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ആത്മവിശ്വാസങ്ങളാണ്. അത് മനസ്സിലായില്ലേ? ആത്മവിശ്വാസം മെറിറ്റിൽ നിന്ന് വരണതാണ്, വിശ്വാസത്തിൽ നിന്ന് വരണത് കൃപയാണ്. ഇത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ ഒരു ബൈബിൾ ഗണിതം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് ഡീൽ ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടെന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും ദൈവമല്ല, മറിച്ച് ഭൗതികമായിട്ടുള്ള കപ്പാസിറ്റീസാണ്. പൊന്ന്, പണം, പറമ്പ്, പാർട്ടി, സ്വാധീനിക്കാൻ ആൾ, റെക്കമെൻഡ് ചെയ്യാൻ ആൾ, ഇതെല്ലാം മെറ്റീരിയലാണ്. ഇങ്ങനെ മെറ്റീരിയലായിട്ടുള്ള സാഹചര്യങ്ങൾ എന്ന് പറയണതാണ് പലപ്പോഴും നമ്മളുടെ യോഗ്യത എന്ന് നമ്മൾ പറയണത്. പക്ഷേ ദൈവ പൈതലെ, നീയും ഞാനും ഓർക്കാൻ ദൈവം പറഞ്ഞ ഒരു കാര്യം എന്താണ്? ഈ ലോകത്തുള്ള പകുതി മുക്കാൽ കാര്യങ്ങളും നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് കൊണ്ടല്ല റൺ ചെയ്യണത്, നോട്ട് ബൈ മെറിറ്റ്. അതാണ് എഫേസ്യൻസ് 2:6 വായിച്ചോളൂ, ഒന്നിന് വായിച്ചോളൂ. എഫേസ്യൻസ് 2:6 നമുക്ക് ഒരുമിച്ച് പാടാം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയിൻ സാഗരമേ, ശോകക്കൊടുമ്പയിലേറിടുമ്പോ, കരുണയിൻ സാഗരമേ, ശോകക്കൊടുമ്പയിലേറിടുമ്പോ, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുള, കൃപയരുള, അളവണ്ടി പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുള. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുള. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും എഫേസ്യൻസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. എന്ന് പറഞ്ഞ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെടുക നിത്യരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ ദൈവികമായ പദ്ധതിയാണ്. അവിടെ ഒന്നും ആത്മവിശ്വാസത്തിനും മെറ്റീരിയലായിട്ടുള്ള നമ്മുടെ യോഗ്യതയ്ക്കൊന്നും ഒരു നിലവില്ല, നമ്മുടെ ആസ്തിയില്ല. അതുകൊണ്ടാണ് അതിന് ഫുൾ ആൻഡ് ഫുൾ ഗ്രേസാക്കി ദൈവം വെച്ചത്. വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. പക്ഷേ കൃപയാലാണ് എന്ന് പറഞ്ഞു. വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അപ്പൊ വിശ്വാസത്തിന് വലിയ അടിസ്ഥാനമോ ഒരു
വിശ്വാസത്തിന് പ്രത്യേകിച്ച് വിശ്വാസം എന്ന് പറഞ്ഞ മക്കളെ, വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്, അതായത് ഈ നിത്യരക്ഷ എന്ന് പറയുന്ന വിഷയം മാനുഷികമായിട്ട് നടക്കാത്തതാണ്. അത് ദൈവികമായ കാര്യമായത് കൊണ്ടാണ് ഫുൾ ആൻഡ് ഫുള്ളായിട്ട് അത് കൃപയാലായിട്ട് വരണത്. കൃപ കൊണ്ടേ പറ്റത്തുള്ളൂ, ദൈവത്തിൻ്റെ കൃപ കൊണ്ടേ പറ്റത്തുള്ളൂ. പക്ഷേ നിത്യരക്ഷ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നിത്യജീവിതവും കൂടി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. നിത്യതയോളം മനുഷ്യൻ ജീവിക്കുന്ന വലിയൊരു പ്രോജക്റ്റാണത്. പക്ഷേ അതിൻ്റെ കാര്യം ഞാൻ സിമ്പിളായിട്ട് നിങ്ങളുടെ മുമ്പ് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, ഓ നിത്യരക്ഷ വലിയൊരു പ്രോജക്റ്റാണ്, എന്നായിരിക്കും അത് എന്നൊക്കെ. ഞാനിതിങ്ങനെ സിമ്പിളായിട്ട് പറയണത്, ഞാൻ നിത്യരക്ഷ എന്താണെന്ന് കണ്ട ആളാണല്ല. അതാണ് പ്രശ്നം. ഞാൻ സിമ്പിളായിട്ട് പറയണത്, ഞാൻ അമ്മയെ ജീവനോടെ കണ്ട ആളല്ലേ. ഒന്നല്ല, ഇവിടെ വെച്ചും പിന്നെ ഈജിപ്തിൽ വെച്ചും 2 പ്രാവശ്യം. ഈജിപ്തിൽ വെച്ച് അമ്മ 4 പേരെ എൻ്റെ വായിക്കൊണ്ടുവന്നിട്ട്, അതല്ലേ ഇപ്പം ഞാൻ വാ പൊളിക്കുമ്പോഴൊക്കെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇതൊക്കെ വല്ലതും പഠിച്ചിട്ട് പറഞ്ഞാണോ? പഠിക്കാനുള്ളതൊക്കെ ഞാൻ സെമിനാരി വെച്ച് ഞാൻ എന്തുമാത്രം പഠിച്ചിട്ടുണ്ട്, ഒത്തിരി പഠിച്ചിട്ടുണ്ട്. അതായത് അച്ഛനായിട്ട് പോലും എനിക്ക് അവിടെ ലൈബ്രറി, എൻ്റെ മുറി ലൈബ്രറി മുഴുവനും പഠിത്തമാണ്. പുറത്തുള്ള ജോലി കഴിഞ്ഞാൽ പിന്നെ പഠിത്തമാണ്. പക്ഷേ ഞാനീ നിങ്ങളോട് പറയണ ഒന്നും ആ പഠിച്ച കൂട്ടത്തിലുള്ളതല്ല. ഞാനീ പറയണതെല്ലാം കർത്താവ് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ തരണ വചനങ്ങളാണ് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പ്രാർത്ഥിച്ച് അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് കർത്താവ് ലിങ്ക് ചെയ്ത് പുതിയ വചനങ്ങൾ തരണത്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, വചനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പോഴെന്താണ് നമ്മൾ പറഞ്ഞു കേട്ടത്, വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്നുള്ള വലിയ പദ്ധതി നിത്യജീവനോട് ബന്ധപ്പെട്ട കാര്യമാണത്. ഞാനെന്താ നിത്യജീവൻ സിമ്പിളായിട്ട് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, അമ്മയെ ഞാൻ നേരിട്ട് കണ്ടതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നിത്യജീവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിത്യജീവനേക്കാൾ വലുത് IELTS ആയിരിക്കും. അതെന്താ കണ്ടത്, നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യണ വിഷയം അതാണ് നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യണ വിഷയം. പക്ഷേ എൻ്റെ മക്കളൊരു ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ എന്നാണ് നിങ്ങളുടെ വിഷയത്തെക്കാൾ ഉപരി ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്, അന്ന് മുതലാണ് കൃപ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. മനസ്സിലായ? ഇപ്പം നിങ്ങൾക്ക് എന്നാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വിഷയത്തെക്കാൾ ഉപരി ദൈവത്തിന് പ്രാധാന്യമുള്ള എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ദൈവത്തിന് പ്രാധാന്യമുള്ള എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വിഷയത്തിൽ ദൈവം ഇടപെടുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ്, അല്ലേ? അതാണ് പ്രശ്നം. പക്ഷേ നിങ്ങളുടെ വിഷയത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിനൊരു പ്രാധാന്യം, നിങ്ങളുടെ വിഷയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സ്ഥലം വെക്കുക, വിവാഹം നടക്കുക, മക്കളുണ്ടാവുക, ഇങ്ങനെയുള്ള നിങ്ങളുടെ വിഷയത്തെക്കാൾ പ്രാധാന്യം ദൈവത്തിന് എപ്പോഴാണ് കൈവരിക, അപ്പോൾ മുതലാണ് ഈ കൃപ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതി. ഇപ്പോഴും രോഗമുള്ള ഇടങ്ങളിലെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉദര രോഗികള് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിന്റെ കൈകളെ കർത്താവിൻ്റെ കൈകളാക്കി നീ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും മാറ്റണം. കർത്താവിൻ്റെ ആണിപ്പഴുതാർന്ന കൈകളാണ് നിന്റെ ഉദര രോഗത്തിൻ്റെ കർത്താവ് വെച്ചിരിക്കുന്നത്. നിന്റെ കൈകളെ ഉപയോഗിക്കുന്നുവെന്നുള്ള വലിയ വിശ്വാസം നിനക്കുണ്ടാകണം. ചിലപ്പോൾ ഉദരത്തിൽ സിസ്റ്റായിരിക്കും ഉള്ളത്, ഗർഭപാത്രത്തിൽ. ചിലപ്പോൾ PCOD രോഗമാകാം, ചിലപ്പോൾ കിഡ്നി രോഗമാണ് നിനക്കുള്ളത്. അതെല്ലാം ഇപ്പോഴും ഓർക്കണം.
10,000കണക്കിന് മനുഷ്യർ സുഖപ്പെട്ട മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആയിരങ്ങൾ സാക്ഷ്യം പറഞ്ഞ ഒരു ദൈവ ഇടത്തിലാണ് നീ നിൽക്കുന്നത്. പ്രാർത്ഥനയിലെ കർത്താവേ, അങ്ങയുടെ മക്കൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള നിന്റെ സാന്നിധ്യത്തെ നീ പ്രകടമാക്കണം. കുടല് ചുരുങ്ങിപ്പോയവരുണ്ട്, ആഹാരം കഴിക്കുമ്പോൾ ഛർദ്ദിക്കുന്നവരുണ്ട്, കുടലിൻ്റെ അകത്തുള്ള സ്ഥലങ്ങൾ വീണ്ടും മാറിയിട്ട് അൾസർ പിടിച്ചവരുണ്ട്. അവരെല്ലാം കർത്താവ് തിരുരക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഗർഭപാത്രം ചുരുങ്ങിപ്പോയവരുണ്ട്, ഗർഭപാത്രം വളരാത്തവരുണ്ട്, ഗർഭപാത്രത്തിൻ്റെ ഭിത്തികൾക്ക് കട്ടിയില്ലാത്തവരുണ്ട്. ഈശോ, അവരെല്ലാം നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ ആണിപ്പെടുതാർന്ന് വലത് കരത്താൽ നീ സ്പർശിക്കണമേ. കർത്താവ്, ഇടിപ്പലിനെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടിപ്പൽ ഇളകിയിരിക്കുകയും ഡിസ്ലൊക്കേറ്റ് ആകുകയും ചെയ്തതിൻ്റെ പേരിൽ പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റാത്തവരുണ്ട്, ആഗ്രഹം ഉണ്ടെങ്കിൽ വരാൻ പറ്റാത്തവർ, അവിടെ ഇടിപ്പലിനെ എല്ലാം കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഉന്നതമായ നാമത്തിൽ അടയാളത്തിൽ ദൈവശക്തിയായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെല്ലാവരെയും പ്രതിഷേധത്തിന്റെ സാക്ഷികളായി സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശ്വാസകോശത്തിൻ്റെ വിഷമത അനുഭവിക്കുന്നവരുണ്ട്, ശ്വാസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തം കൊണ്ട് ശ്വാസകോശത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഹൃദയ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ വാൽവുകൾ സൂക്ഷിച്ചു പോയവർ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവർ, ഹൃദയത്തിൻ്റെ ഭിത്തികൾക്ക് ബലം കുറഞ്ഞവർ, ശ്വസിക്കാൻ പാടുപെടുന്നവർ, വേണ്ടത്ര ഓക്സിജൻ കിട്ടാത്തവർ, അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശ്വാസകോശത്തെ ആകമാനം കരളിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഫാറ്റി ലിവറുള്ളവരെ, ലിവറിന് നീർക്കെട്ടിലുള്ളവരെ, ലിവറിന് ഇൻഫെക്ഷൻ ഉള്ളവരെ, കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ എല്ലാ ആന്തരിക അവയവങ്ങളെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ, ഈശോ നാമത്തിന് സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടരേ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ശിരസ്സുൾപ്പെടെ ശിരസ് രോഗമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശിരസ് സിസ്റ്റുള്ളവര്, ചെവി കേൾക്കാൻ പാടില്ലാത്തവര്, ചെവി കേൾവി കുറവുള്ളവര്, കണ്ണിന് കാഴ്ച മങ്ങി വരുന്നവര്, ടോൺസിലൈറ്റ് രോഗികള്, തൈറോയ്ഡ് രോഗികള്, അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശിരസ്സംബന്ധമായ എല്ലാ രോഗങ്ങളെയും കർത്താവേ ഇപ്പോൾ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധ രക്തം എൻ്റെ ശിരസിലേക്ക് തളിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, അരികിൽ വരേണേ സദയം. ആരാധനയില് ലോകം മുഴുവനും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സുഖമായിടും എൻ്റെ ഉള്ളം. ആരാധന, ആരാധന. കൈകൾ സ്വസ്തിക പോലെ വെച്ച് നെഞ്ച് പൂട്ടി മുഴുവൻ ശരീരവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ യേശുവിന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എല്ലാ വാദരോഗികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാ തരത്തിലുള്ള വാദരോഗങ്ങളെ വിശുദ്ധ രക്തത്താൽ അങ്ങ് കഴുകണമേ, സൗഖ്യപ്പെടുത്തണമേ. അസ്ഥി രോഗങ്ങള്, അസ്ഥി ഉരുക്കമുള്ളവര്, വെള്ളപ്പോക്കിന്റെ അസുഖമുള്ളവര്, അസ്ഥി ശോഷിക്കുന്നവര്, അസ്ഥി കുഴകളിലെ മജ്ജ ഒലിച്ചു പോകുന്നവര്, അസ്ഥിക്കുള്ളിലെ മജ്ജകള് ശോഷിച്ചു പോകുന്നവര്, കർത്താവേ എല്ലാവരുടെ വേദനകളെയും ഞങ്ങളുടെ രോഗങ്ങളാണ് വേദനകളാണ് അവൻ വഹിച്ചു തന്ന വചനം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയം മക്കളില്ലാത്തവരെ വീണ്ടും അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് അലർജി രോഗികളാണ്. എപ്പിലെപ്സി രോഗികള്, ഓട്ടിസം രോഗികള്, അങ്ങനെ ന്യൂറോട്ടിക് ആയിട്ടുള്ള എല്ലാവിധ രോഗങ്ങളുടെ മേലും കർത്താവ് കാരുണ്യം ചൊരിയാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ തിരുമുറുവാർന്ന വലതുകരം എല്ലാ രോഗികളുടെ മേലും, ഉറക്കമില്ലാത്തവരുണ്ട് കർത്താവേ, പ്രഷർ വല്ലാതെ കയറുന്നവരുണ്ട് കർത്താവേ, ഷുഗർ കൂടുന്നവരുണ്ട് കർത്താവേ, എല്ലാ രോഗികളെയും നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ രക്തം അവലേക്ക് തളിക്കപ്പെടട്ടെ, കർത്താവിൻ്റെ രക്തത്തിൽ തളിക്കപ്പെടട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ യേശു നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.